നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ സഭ കൂടിയപ്പോൾ സസ്പെൻസ് ഒക്കെ പൊളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സഭയിൽ എത്തിയിട്ടുണ്ട്. സഭ കഴിയുന്നതുവരെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇറങ്ങി, അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടു. ഇതിനിടയിൽ പുറത്ത് ചില നാടകീയമായിട്ടുള്ള രംഗങ്ങളൊക്കെ ഉണ്ടായി. അദ്ദേഹത്തെ തടയുന്ന ഒരു കാഴ്ചയൊക്കെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും പുറത്തിറങ്ങി അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു, പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം നേരെ പാലക്കാട്ടേക്കാണോ എന്നുള്ളതാണ്. വീണ്ടും മണ്ഡലത്തിൽ സജീവമാകാനുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമാണോ ഇന്നത്തെ ഈ ഒരു സഭയിലോട്ടുള്ള എൻട്രി എന്നാണ് പിന്നെ എല്ലാവരും ചോദിക്കുന്നത്. ശരിക്കും രാഹുൽ ഇന്ന് സഭയിലെത്തിയപ്പോൾ തന്നെ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ കമൻറ്റുകളൊക്കെ നമ്മൾ കണ്ടു. രാഹുൽ സഭയിലെത്തിയതിന് ഫയർ എന്നുള്ള തരത്തിലാണ്. രാഹുൽ ഇന്ന് ഒരിക്കലും മാധ്യമങ്ങളുടെ മുമ്പിൽ നിൽക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കാരണം ആദ്യം തന്നെ രാഹുൽ നിയമസഭയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരെയും കണ്ടു ചിരിച്ചു. ആ ചിരി മാത്രം രാഹുലിന്റെ മാഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിശയം. വണ്ടിയിൽ വന്നപ്പോഴേ എല്ലാവരും മൈക്കായിട്ട് വന്നപ്പോഴൊന്നും തന്നെ ചിരിച്ചുകൊണ്ട് ഒരു ഹായ് പറഞ്ഞ് രാഹുൽ പോവുകയാണ്. പക്ഷെ വീണ്ടും SFI പ്രതിഷേധിക്കുകയും എന്നാൽ രാഹുൽ ഷാഫിയെ പോലെ വെളിയിൽ ചാടുകയും നിന്നില്ല. കാരണം അത് കൃത്യമായിട്ട് രാഹുൽ ചെയ്ത ഒരു കാര്യമാണ്. ഒരുപക്ഷെ തൻ്റെ നേരെ ഇപ്പോൾ പ്രതിഷേധങ്ങൾ വരുന്നു, താൻ പ്രതിരോധം തീർക്കേണ്ടുന്ന ഒരു സന്ദർഭമാണൊക്കെ അറിഞ്ഞുകൊണ്ട് രാഹുൽ ഒരുപക്ഷെ അത് ഷാഫിയെ പോലെ ഒരു ഫയറായിട്ടൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ അത് നെഗറ്റീവ് അടിച്ചു. പക്ഷെ ഇതുവരെ നിലവിൽ ഈ സമയം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ് ചെയ്യുന്ന വളരെ കൃത്യതയുള്ള രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ആദ്യം ഒരു ആരോപണം നേരിട്ടു, അപ്പോൾ അവന്തികയ്ക്കും ഒക്കെ കൃത്യമായ തെളിവുകൾ സഹിതം കൊടുക്കുന്നു. അന്ന് മാധ്യമങ്ങളെ കാണുന്നു, അതിനുശേഷം പിന്നീട് കാണുന്നില്ല. ഒരുപക്ഷെ പിന്നീട് ഇന്നാണ് മാധ്യമങ്ങളെ കാണുന്നത്. അത് കൃത്യവും വ്യക്തമായിട്ടുള്ള ചില സംസാര ഭാഷയിലൂടെയൊക്കെയാണ് രാഹുൽ അത് മെയിൻറ്റെയിൻ ചെയ്തത്. എല്ലാം വളരെ സംയോജിതമായിട്ട് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു നേതാവ് എന്താണോ ഈ ഒരു ഘട്ടത്തിൽ ചെയ്യുന്ന ആ രീതിയിൽ രാഹുൽ ഇന്ന് ഈ നിമിഷം വരെയും ചെയ്തിട്ടുണ്ട്. ഒന്നും എടുത്തു ചാടി ഒരുപക്ഷെ VD സതീശനൊക്കെ ചില കാര്യങ്ങൾ യുവ നേതാക്കളെ കണ്ടുപഠിക്കണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം എടുത്തു ചാടി ഒന്നും തന്നെ ചെയ്യാതെ കൃത്യമായ ഒരു പ്രതികരണമാണ് രാഹുൽ ഇന്ന് നടത്തിയത്. മാധ്യമങ്ങളെ കണ്ടിട്ട് തന്നെയാണ്. ഒരുപക്ഷെ കാണാതിരുന്നെങ്കിൽ ഒരുപക്ഷെ അതും മറ്റൊരു തലത്തിൽ എത്തിയേനെ. കാരണം രാഹുലിന് പാലക്കാട്ട് പോയേ പറ്റൂ. പാലക്കാട്ട് ചെന്ന് തൻ്റെ സാമീപ്യം അറിയിക്കണം. അതിന് മുന്നോടിയായിട്ടാണ് നിയമസഭയിൽ എത്തിയത്. നിയമസഭയിൽ ഒളിച്ചോടിയ അല്ലെങ്കിൽ നിയമസഭയിൽ വരാതിരിക്കുന്ന രാഹുലിനെ ഒരുപക്ഷെ പാലക്കാട്ടുകാർ ഏറ്റെടുത്തെന്ന് വരത്തില്ല. പക്ഷേ എന്തുകൊണ്ടും നിയമസഭയിലെത്തി. ഒരുപക്ഷെ ശാരീരികമായിട്ടൊക്കെ വളരെ വല്ലാത്ത നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു രാഹുൽ അല്ലായിരുന്നു ഇന്ന്. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം വരികയും ആ ഒരു പുഞ്ചിരി എന്നും ഇന്നും അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട്. അതും അദ്ദേഹം മായ്ച്ചു കളഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നത് വളരെ ചില വാക്കുകളിലൂടെ തന്നെ ചില കാര്യങ്ങൾ അവരെ ബോധിപ്പിച്ചു. അത് ബോധിപ്പിച്ചു എന്ന് പറയുന്നത് അത് കേൾക്കേണ്ടുന്ന മാധ്യമങ്ങൾ കേട്ടു, അല്ലാത്തവർ പ്രഹസനം തന്നെ നടത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെ 18ാമത്തെ വയസ്സിൽ അദ്ദേഹം അതായത് CPM-നെതിരായിട്ട് സമരം നടത്തി ജയിലിൽ പോയി തുടങ്ങിയതാണ്. നിരവധി സമയം ഏറ്റവും കൂടുതൽ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ജയിലിൽ അടക്കപ്പെട്ടത്. അത്രത്തോളം പിണറായി സർക്കാരിനെ എതിർത്തിരുന്ന ഞാൻ ഇനിയും അത് തുടരും. ഞാൻ കോൺഗ്രസിൽ തന്നെ ഉണ്ട്. എന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാലും ഞാൻ കോൺഗ്രസിൻ്റെ തന്നെ വ്യക്തിയായിട്ട് തന്നെ നിലകൊള്ളും എന്നുള്ള രീതി രാഹുൽ പറയുമ്പോൾ നേതാക്കളെ കണ്ടു എന്നുള്ള തരത്തിലൊക്കെ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന അസത്യങ്ങളാണ് എന്നുള്ളതും രാഹുൽ പറയുന്നു. പക്ഷേ എനിക്ക് അതിനേക്കാളും ഒക്കെ എനിക്ക് ഇഷ്ടമായ വാക്ക് അത് പറഞ്ഞ് രാഹുൽ തിരിച്ച് കാറിൽ കയറാൻ നേരം മാധ്യമങ്ങളെല്ലാം വിടത്തില്ലല്ലോ, പിടിച്ചു നിർത്തി ചോദിക്കുന്നു, പറയൂ താങ്കൾ ഇതുവരെ നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്, ആ ഓഡിയോ ക്ലിപ്പിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടേഴ്സൊക്കെ എന്താ പറയുന്നത്, ഇപ്പൊ നിന്നെ ഞാൻ ഞെരിച്ചു കൊല്ലുമടാ, നിന്നെ ഞങ്ങൾ ശരിയാക്കി തരുമടാ എന്നുള്ള രീതിയിലൊക്കെ ഒരു ആക്രോശമായിരുന്നു. പക്ഷെ അതിന് കൃത്യമായിട്ട് രാഹുൽ മറുപടി പറയുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം, അതായത് എന്നെ കൊലവിളി നടത്തുന്ന, എന്നെ ഏത് നിമിഷവും കൊല്ലാൻ പോലും ദേഷ്യമുള്ള പിണറായി സർക്കാർ ഇഷ്ടമുള്ള, അതായത് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അതിൽ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? നമ്മൾ നേരത്തെയുള്ള ചർച്ചകളിലൊക്കെ ഞാൻ ഇത് സൂചിപ്പിച്ചിരുന്നു. രാഹുലിന് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു മറുപടി ഉണ്ടാക്കി കൊടുത്തത് പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. അതും
സാധാ പോലീസ് ഇത് അന്വേഷണമല്ല, ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് മറികടന്ന് ഇനി കേരള പോലീസിൽ മറ്റെന്തെങ്കിലും അന്വേഷണം ഉണ്ടോ? ഇല്ല. അപ്പൊ ഏറ്റവും വലിയ പദവിയിലുള്ള, ഏറ്റവും വലിയ നിലയിലുള്ള ഒരു അന്വേഷണ ഏജൻസി തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. അപ്പോൾ എന്നെ തൂക്കുകയറിന് വിധിക്കാൻ തക്ക രീതിയിലുള്ള പിണറായി സർക്കാർ എന്തായാലും എനിക്ക് അനുകൂലമായിട്ടുള്ള നടപടി എടുക്കത്തില്ലല്ലോ. അപ്പോൾ അവരന്വേഷിക്കുന്നുണ്ടല്ലോ. അന്വേഷണത്തിലിരിക്കുന്ന ഒരു കാര്യത്തിന് ഞാൻ മറുപടി പറയണോ? ഞാൻ മറുപടി ഉണ്ട്, അന്വേഷിക്കട്ടെ, നിയമം ഉണ്ടല്ലോ, ഞാൻ അവിടെ ഫൈറ്റ് ചെയ്തോളാം എന്ന് രാഹുൽ പറയുന്നുണ്ട്. ഇതിനു മുന്നേ ഞാൻ കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഓഡിയോ ക്ലിപ്പിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് രാഹുൽ പ്രതികരിച്ചു. അപ്പൊ ഈ ഒരു ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കുന്നേ രാഹുൽ കം ബാക്ക് എന്നുള്ള ഒരു വേർഡാണ്. അതായത് രാഹുൽ പറയുന്ന ഇന്നത്തെ മൊത്തത്തിലുള്ള രാഹുലിന്റെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ ഹൂ കെയർസ് എന്നുള്ള ഒരു ഇപ്പൊ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ രാഹുലിന്റെ സംസാരത്തിൽ ആ ഒരു ഹൂ കെയർസ് എന്നുള്ളൊരു ഈ ഹൂ കേഴ്സ് ആദ്യം രാഹുൽ പ്രയോഗിച്ചത് ഒരു രാഷ്ട്രീയവാദവുമായി ബന്ധപ്പെട്ടാണ്. രണ്ടാമത് ഈ ഹൂ കേഴ്സ് പ്രയോഗിച്ചത് ഒരുപക്ഷെ രാഹുലിനെ പ്രതിക്കൂട്ടിലാക്കിയ ഒരു വ്യക്തിയാണ്. മൂന്നാമത് രാഹുൽ വീണ്ടും ആ ഒരു രീതിയിൽ മൗനമായിട്ട് നിന്നുകൊണ്ട് തൻ്റെ ശരീരഭാഷയിലൂടെ ഹൂ കേഴ്സ് പ്രയോഗിക്കുകയാണ്. ഹൂ കേഴ്സ് അല്ലേ? വി.ഡി. സതീശനോടും അല്ലെങ്കിൽ കോൺഗ്രസിലെ രാഹുലിനെ ഇരുട്ടിലാക്കാൻ ശ്രമിച്ചവരോടും ഈ പറയുന്ന ഭരണപക്ഷത്തോടുള്ളവരോടൊക്കെ രാഹുൽ എന്ന് പറഞ്ഞ ഒരു പേര് ഹൂ കേഴ്സ്. ഇനി രാഹുലിനൊന്നും നോക്കാനില്ല. ഇനി രാഹുൽ ഒരു പക്ഷേ നേരെ പോകുന്ന പാലക്കാട്ടേക്കായിരിക്കും തീർച്ചയായിട്ടും പോകേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ തുടർന്ന ദിവസങ്ങളിൽ കൂടി നിയമസഭയിൽ എത്തിയതിനു ശേഷം ആരും രാഹുലിനെ തടഞ്ഞില്ലല്ലോ. ഇപ്പൊ അടൂരിൽ നിന്നും രാഹുൽ ഇറങ്ങിയപ്പോൾ എന്തോ പൊട്ടന്മാരാണോ ഇവിടെ ഉള്ള എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ന്യൂസ് കിട്ടും അല്ലേ? അപ്പോൾ ഒരു പ്രതിഷേധം നടത്താം. SFIയുടെ ഈ പ്രതിഷേധം കൂടെ ആയപ്പോഴത്തേനും രാഹുൽ കുറച്ചുകൂടെ ഹൈപ്പായി. കാരണം ഈ പ്രതിഷേധം രാഹുൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നേ. അതോടൊന്നും പ്രതിഷേധിച്ചില്ല, കരിങ്കൊടി കാണിച്ചില്ല, നേരെ നിയമസഭയിൽ. അവിടെ തന്നെ നമ്മൾ ചിന്തിക്കണം, ഏറ്റവും കൂടുതൽ ഭരണപക്ഷമാണ് ആഗ്രഹിക്കുന്നത് രാഹുൽ നിയമസഭയിൽ എത്തണം എന്നുള്ളത്. കാരണം രാഹുൽ നിയമസഭയിൽ എത്തിയാലേ ഇപ്പോൾ നിലവിലിരിക്കുന്ന ലോക്കപ്പ് മർദ്ദനങ്ങൾ ഉൾപ്പെടെ നിരവധി കേസുകൾ, പ്രതിപക്ഷത്തിന് ആയുധമാക്കേണ്ടുന്ന നിരവധി കേസുകൾ രാഹുലിന്റെ കണ്ണുകളിലേക്ക്, രാഹുലിന്റെ മാത്രം ശ്രദ്ധയിലോട്ട്, രാഹുലിലേക്ക് മാത്രം തിരിയും. ഭരണപക്ഷത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടാം. ഇനി വരുന്ന നിയമസഭയിലും രാഹുൽ ഒരു പക്ഷേ എത്തിയിട്ട് ഒരു പക്ഷേ ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ ഒക്കെ ആണെന്ന് തോന്നുന്നു പാലക്കാട്ടേക്ക് പോകാൻ ഇരിക്കുന്ന ചില മീറ്റിങ്ങുകളിലൊക്കെ രാഹുൽ പങ്കെടുക്കാൻ ഇരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത. ഒരു പക്ഷേ രാഹുൽ ഇപ്പോൾ സ്വതന്ത്രനാണ്. അവിടെ രാഹുലിനെ ആർക്കും തടഞ്ഞിടാൻ പറ്റത്തില്ല. കാരണം സ്വതന്ത്രമായിട്ട് ഇന്ന് പ്രത്യേക ഒരു സീറ്റിലാണ് രാഹുൽ ഇരുന്നത്. ഇനി രാഹുലിനെ ആർക്കും തടയാൻ പറ്റില്ല. ഇത് വല്ലാത്തൊരു അടി കൊടുക്കുന്നത് കോൺഗ്രസിനാണ്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ കമന്റുകൾ വായിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരാണ്. CPM പോലും രാഹുലിനെ ഇഷ്ടപ്പെടുന്ന, ഇനി ഞാൻ ഒരു രസകരമായിട്ടുള്ള ഒരു കമന്റ് ഞാൻ വായിച്ചത്, ഞാനൊരു CPM കാരിയാണ്, പക്ഷെ എനിക്ക് രാഹുലിനെ ഏറെ ഇഷ്ടമാണ്. അപ്പൊ അത്തരത്തിൽ പോലും ഉള്ളവർക്ക് ഒരു ആരാധനയുടെ അടുത്ത തലത്തിലേക്ക് രാഹുൽ മാറി. ഒരു പക്ഷേ വേട്ടയാടൽ എന്ന് പറയുന്ന ഒരു സംഗതി ഒരു ലെവല് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനം മടുത്തു. ജനം അത് തിരിച്ച് ബൂമറാങ് പോലെ വേട്ടയാടുന്നവർക്ക് എതിരെ, അതായത് ആരെയാണോ വേട്ടയാടുന്നത്, ആരാണോ ആടിക്കൊണ്ടിരിക്കുന്നത്, അതായത് മാധ്യമങ്ങൾ, ഭരണപക്ഷത്തുള്ള ഒരു പാർട്ടിക്കകത്തോ, ഇവർക്കെതിരെ ഇപ്പം ജനം തിരിഞ്ഞിരിക്കുകയാണ്. രാഹുലിനോട് ഏറെ പ്രിയവും കൂടിയിരിക്കുകയാണ്. ഇതൊരു പക്ഷെ ഒരു മിതമായിട്ടുള്ള രീതിയിലായിരുന്നെങ്കിൽ രാഹുൽ പെട്ടുപോയനെ. ഏറ്റവും ഹൈപ്പിലായിപ്പോയി വേട്ടയാട്. ചില മാധ്യമം ഇന്ന് രാവിലെ ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഒരു മാധ്യമം പറഞ്ഞത് ലൈംഗിക കുറ്റകൃത്യം ചെയ്ത പ്രതി ഒരു പ്രമുഖ ചാനലിലെ, പറയാനല്ലോ, റിപ്പോർട്ടർ ചാനലിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു മാധ്യമ പ്രവർത്തനം പറയാണ്. അദ്ദേഹത്തിന് ആരാണിത് ഇത്രയും ഇതാക്കാൻ കൊടുത്ത പ്രതി? ഒരു MLA ആണ്. ഇത്തരത്തിലുള്ള നിരവധി ആൾക്കാരുണ്ട്, അവരെ പ്രതി എന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ല, ഇപ്പോഴും നിയമസഭയിൽ ഇരിപ്പുണ്ട് പലരും. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ അങ്ങ് വെറും ഇതായിട്ട് പറയാൻ അദ്ദേഹത്തിന് ആരോപണം മാത്രമാണ്. ഇപ്പൊ റിനി മാത്രമാണ് പരാതി, വേറെ ആരും ഇത് ഉന്നയിച്ചിട്ടില്ല. അവർക്ക് ചിലപ്പോൾ തെളിവുകൾ ഉണ്ടായിരിക്കും, തെളിവുകൾ ശരിയാണോ ഇല്ലേ എന്തോ തന്നെ ആയിക്കോട്ടെ, അത് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതമാണ്. ആ സ്വകാര്യ ജീവിതവും രാഷ്ട്രീയ ജീവിതവും അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയുമായിട്ട് കൂട്ടിയോജിപ്പിക്കരുത്. ശരിയാണ്, ഒരിക്കലും ചേരുന്നതല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ചേരുന്ന പണിയല്ല രാഹുൽ ഇത്തരത്തിൽ ചില ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കാണിച്ചിട്ടുള്ളത്. പക്ഷെ ഇത്രത്തോളം ആക്രമിക്കപ്പെടാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഉഭയകക്ഷി സമ്മതപ്രകാരം നമ്മൾ എപ്പോഴും എല്ലാ ചർച്ചകളിലും പറയുന്നതുകൊണ്ട് ഉഭയകക്ഷി സമ്മർദ്ദപ്രകാരം മാത്രമാണ് രാഹുൽ ചെയ്തിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഞാൻ ഒരു പക്ഷേ രാഹുലിന് എതിരായിട്ട് തന്നെ നിൽക്കത്തുള്ളൂ. അവിടെ രാഹുലിന് അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള ഇപ്പൊ ആരാണെങ്കിലും
റിനി 3.5 വർഷമായിട്ട് സൗഹൃദമാണെന്ന് പറയുന്നു, സൗഹൃദം തുടരുന്നു എന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് രാഹുലിനെ പ്രതിക്കൂട്ടിലാക്കിയത് അല്ലേ? ഈ 3.5 വർഷമായിട്ടുള്ള സൗഹൃദത്തിൽ ഇത്തരത്തിലുള്ള രാഹുൽ വൃത്തികെട്ട മെസ്സേജുകൾ അയച്ചിട്ടില്ലേ? അപ്പോൾ എപ്പോഴാണ് അയച്ചത്? ഇതൊന്നും കൃത്യതയില്ല അവിടെ. അപ്പൊ ഇതൊക്കെ വെറും ജനങ്ങൾക്ക് മനസ്സിലായി ഒരു പക്ഷെ അതായിരിക്കാം രാഹുലിന് ഇത്രയും ജനപിന്തുണ. അപ്പൊ തീർച്ചയായിട്ടും ഇനി പാലക്കാട്ടേക്ക് പോകും. ഇനിയിപ്പോൾ ഇവിടെ അന്ന് നമുക്ക് ഷാഫി പുറത്തിറങ്ങി പ്രതിഷേധം നടത്തുമ്പോൾ ഷാഫി പുറത്തിറങ്ങിയപ്പോൾ നടത്തിയിട്ടുള്ള ആ ഒരു സംസാരമൊക്കെ തന്നെ അണികൾക്ക് ഭയങ്കര ഒരു ഊർജ്ജം തന്നെ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഇന്ന് അതേപോലെ തന്നെ സഭയിലേക്ക് എത്തുമ്പോൾ അത് വീണ്ടും ഈ പറയുന്ന പ്രവർത്തകർക്കാണ്, ഷാഫിനെ വിശ്വസിച്ചിട്ടുള്ള ഒരു കൂട്ടം പ്രവർത്തകർക്കും അല്ലെങ്കിൽ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾക്കും അതുപോലെ തന്നെ പ്രവർത്തകർക്കും വീണ്ടും ഒരു ഊർജ്ജം തരികയാണ്. കാരണം ഇനി എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ വ്യാജ ID കാർഡിലൂടെയൊക്കെ രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയെന്ന് നമ്മൾ പറയുമ്പോഴും യൂത്ത് കോൺഗ്രസ് ഒന്ന് ഉണർന്നത്, നമ്മൾ പലപ്പോഴും ഈ കോൺഗ്രസ് പാർട്ടി ഒന്ന് ഉണരുന്നത് ഷാഫിയുടെയും രാഹുലിന്റെയും ഒക്കെ വായിലൂടെയാണ് അല്ലേ? അല്ലാതെ എല്ലാം നിർജീവം പലതും ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ചില കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഈ ലോക്കപ്പ് മർദ്ദനം എന്തെല്ലാം കേസുകൾ ഇപ്പോൾ വന്നു. എന്താണ് പ്രതിപക്ഷത്തിന്റെ ഇത്? യൂത്ത് കോൺഗ്രസ് എവിടെ പോയി അല്ലേ? രാഹുൽ അണഞ്ഞതോടെ യൂത്ത് കോൺഗ്രസും സൈലന്റ് ആയില്ലേ? അപ്പൊ എന്ത് പ്രതിഷേധമാണ് നടത്തുന്നത്? അപ്പൊ ഒരു പക്ഷെ രാഹുൽ അവരെയൊക്കെ ഒന്ന് പൊടിതട്ടിയെടുത്ത് ആ ഒരു ഊർജ്ജമുണ്ട്, ഒരു ഫയറുണ്ട്, അത് ഇപ്പോൾ അണഞ്ഞിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് മൊത്തത്തിൽ ഒരു ബലം പോയ ഒരവസ്ഥയാണ്. ഷാഫി രാഹുൽ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു CPM-നേക്കാളും CPM-ലെ BJP അല്ലെങ്കിൽ കോൺഗ്രസ് ഈ പാർട്ടിക്കകത്ത് ഏത് നേതാക്കന്മാരെക്കാളും ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ഷാഫി രാഹുലിനാണ്. കാരണം അവർക്കൊരു വൈബുണ്ട്, അവരുടെ ഒരു മുഖം അല്ലെ അവരുടെ ഒരു സംസാര രീതി, അവരുടെ ഒരു നേതൃത്വ രീതി, പാഠവും ഇതൊക്കെ ഒരു പക്ഷെ ജനങ്ങൾ ഒരുപാട് ഇൻസ്പയർഡ് അവർക്ക് കുറച്ചുകൂടി ഇഷ്ടമുള്ളതാണ് ഷാഫി രാഹുൽ എന്ന് പറയുന്നത്. അതിനെ അവരെ അടിച്ചു വീഴ്ത്തണം എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ ഭരണപക്ഷം നിന്നപ്പോഴാണ് രാഹുലിനെ ഇത്തരത്തിൽ കിട്ടിയത്. അത് അവർ ശരിക്കും മുതലാക്കി. ഒരുപക്ഷെ രാഹുലിനെ വീഴ്ത്താൻ ആഗ്രഹിച്ച കോൺഗ്രസിലുള്ളവരും അതും മുതലാക്കിയെടുത്തു. രാഹുൽ പോയത് യൂത്ത് കോൺഗ്രസ് ഏകദേശം ഒരു പരുവമായി നിൽക്കുകയാണ്. ഇനി രാഹുലിന്റെ തിരിച്ചുവരവ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയാം. ഉണ്ടാവും, തീർച്ചയായിട്ടും രാഹുൽ രാഷ്ട്രീയത്തിൽ കാണും. അങ്ങനെയൊന്നും രാഹുലിനെ പുറത്തേക്ക് ഈ ഒരു ഇതൊക്കെ കെട്ടണങ്ങുന്ന ഒരു സമയത്ത് രാഹുൽ തീർച്ചയായിട്ടും വരിക തന്നെ ചെയ്യണം. ഇനിയിപ്പോൾ MLA സ്ഥാനം രാജിവെക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഇതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ രാഹുലിന് ഏറ്റവും വലിയ പിന്തുണയാണ് കിട്ടുന്നത്. അത് ഇപ്പോൾ തന്നെ SFI ഇന്ന് പ്രതിഷേധിച്ചപ്പോൾ തന്നെ രാഹുലിന്റെ റേഞ്ച് അങ്ങ് 100%-ലോട്ട് ഉയർന്നു എന്നതിന് പോലെ ഒരു പക്ഷേ പ്രതിഷേധിക്കാതിരുന്നെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പിടിച്ചു. അപ്പൊ എങ്ങനെയും തട്ടിക്കൂട്ടി കുറച്ചുപേരെ ഒപ്പിച്ചു ആ സമയത്തോട്ട്. പക്ഷേ ഇന്ന് രാഹുൽ ഒറ്റയ്ക്കായിരുന്നു, ഒരു ഡ്രൈവറും ഇത് ആരുണ്ടായിരുന്നു. സാധാരണ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതിഷേധങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റേ, ഇന്ന് രാഹുൽ സ്വതന്ത്രനാണ്, ഒരു വ്യക്തിയായിട്ട് മാത്രമാണ് പോരാട്ടം. അപ്പൊ രാഹുലിനെ സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്തം പിണറായി പോലീസിനാണ്. രാഹുൽ ഇപ്പോൾ ഒരു ഒറ്റയാൾ പോരാളിയാണ്. രാഹുലിന് ഇപ്പൊ ആരുമില്ല. ശരിക്കും പറഞ്ഞാൽ സൈബർ ഇടങ്ങളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾ പോലും രാഹുലിൽ ആരാണ് പോയി കവചമായിട്ട് നിൽക്കുന്നത്, ആരാണ് രാഹുലിനെ പിന്തുണയായിട്ട്? രാഹുൽ ഇന്ന് ഒറ്റയ്ക്കാണ്. കേരളത്തിൽ നിന്ന് രാഹുൽ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് നടത്തുന്നത്. ആ ഒരു പോരാട്ടത്തിൽ ഒരു പക്ഷേ രാഹുൽ വിജയിക്കും, ഇന്നല്ലെങ്കിൽ നാളെ വിജയിക്കുക തന്നെ ചെയ്യും. ഈ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ കാര്യം, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു. രാഹുൽ പറഞ്ഞ ഒരു കാര്യമാണ്, യൂത്ത് കോൺഗ്രസ് എടുക്കേണ്ടുന്ന ചില വീടുകളിലൊക്കെ പോയി ഇപ്പോഴേ അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തണം, ചില സമ്മേളനങ്ങൾ നടത്തണം, മീറ്റിംഗ് ഒന്നും തന്നെ കോൺഗ്രസ് ചെയ്തില്ല. അതേസമയം ഭരണപക്ഷം നോക്കൂ, CPM നോക്കൂ, വരുന്ന തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി അവർ പല രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ മെനഞ്ഞെടുക്കുന്നത്, BJP-യും. പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും എന്താണ് ഇങ്ങനെ കമാന്ന് പറഞ്ഞ് ഈ രാഹുലിനെ വിഷയം എങ്ങനെ രാഹുലിനെ വെട്ടിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആലോചിച്ച് നടക്കുകയാണ് നേതാക്കന്മാര്. അപ്പൊ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന പല ആഭ്യന്തര ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും കൃത്യമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ നടത്തേണ്ടുന്ന സമയം. ഒപ്പം തെരഞ്ഞെടുപ്പ് മറ്റവർക്ക് CPM-ന് ഒന്നും പറയാല്ല, ഇഷ്ടം പോലെ പണമുണ്ട്, കോൺഗ്രസിന് പൈസയില്ല. അവർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുൻപോട്ട് പോകുന്ന പോലും അറിയാത്ത രീതിയിൽ നിൽക്കും. എന്നും കേസും ബഹളമൊക്കെ, കേന്ദ്രത്തിൽ നിന്നൊന്നും കിട്ടാനില്ല. അപ്പോൾ ഈ പറഞ്ഞോണം ഹൈക്കമാൻഡ് ഒന്നും കൊടുക്കാനില്ല, എല്ലാവരും ബ്ലാങ്ക് ആണ്, ഫുള്ളൊന്നുമില്ല. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എല്ലാ വീടുകളിലും ചില കാര്യങ്ങൾ ഈ പറഞ്ഞോണം മണ്ഡലങ്ങൾ തോറും കയറി ഇറങ്ങണം, വീടുകളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണം, നിലവിൽ പ്രശ്നങ്ങളിൽ ഇടപെടണം, ഓരോ വാർഡുകളിലേക്ക് ഇറങ്ങണം, അതിന് വേണ്ടുന്ന ആൾക്കാരെ തിരഞ്ഞുപിടിക്കണം. ഇത് DCC പോലും പലതും എന്താണ്
അങ്കലാപ്പി കിടക്കുക. യൂത്ത് കോൺഗ്രസിന് പ്രധാനപ്പെട്ട വ്യക്തികൾ ഇതുവരെ ആയിട്ടില്ല. അപ്പൊ ഇത്തരത്തിൽ എന്ത് പറയുന്നേ, ഒരു 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 അവിയൽ പരുവമായി കിടക്കുകയാണ് കോൺഗ്രസ്. അപ്പം ഇവരുടെ ശ്രദ്ധ ഇനിയെങ്കിലും തെരഞ്ഞെടുപ്പിലേക്ക് പോട്ടെ. അത് തന്നെ രാഹുൽ പറഞ്ഞേ, നിങ്ങൾ എന്നിലേക്ക് വരാതെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, എൻ്റെ സഹപ്രവർത്തകർക്ക് നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അവർ അതിലേക്ക് പോട്ടെ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ വളരെ സാരമായി ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ രാഹുലിൻ്റെ നിലപാടുകൾ, രാഹുലിൻ്റെ ചില കൃത്യതയും വ്യക്തമായിട്ടുള്ള ചില മറുപടികൾ ഒരുപക്ഷെ നല്ല മെച്യൂർഡായിട്ട് നല്ല രീതിയിലുള്ള മാതൃകാപരമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ രാഹുൽ സമീപിച്ചിരിക്കുന്നത്. ഇന്ന് വരെ മറ്റൊരാളെ പ്രകോപിപ്പിക്കാത്ത രീതിയിൽ രാഹുൽ മുൻപോട്ട് പോവുകയാണ്. ഇനി പാലക്കാട് രാഹുലിനെ ആരും തടയാൻ പോകുന്നില്ല. ഈ SFI പ്രവർത്തകർ കുറച്ചുപേർ വന്ന് നിൽക്കും, അത് ഭരണപക്ഷം നിർത്തും. ഒരു പക്ഷേ കുറച്ച് പാലക്കാട് DCC ഒക്കെ ചിലപ്പോൾ രാഹുലിന് ഒരു പിന്തുണയായിട്ട് വരും. അല്ലാതെ രാഹുൽ അവിടെ ചെയ്യാനുള്ള മണ്ഡലത്തിൽ കയറും. അതിനുശേഷം ഒരു പക്ഷേ രാഹുൽ വികാരം മനസ്സിലാക്കി രാഹുൽ ചിലപ്പോൾ MLA സ്ഥാനം രാജിവെച്ചെന്നിരിക്കാം. പക്ഷേ രാജിവെച്ചാലും ഒരു പക്ഷേ ഒരു ഫീലിക്സ് പക്ഷേ പോലെ ഇതിനും ഉയർന്ന നാളത്തെ ഭാവിയിൽ ഒരു മുഖ്യമന്ത്രിയായിട്ടൊക്കെ നമുക്ക് കാണാം, അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്കൊക്കെ കാണാം എന്നുള്ളത് കൂടി ഇരിക്കുന്നു. പക്ഷെ എന്തായാലും നിയമസഭയിലെ രാഹുലിന്റെ വരവ് അതെന്തായാലും ഒരു എല്ലാത്തിനെയും പ്രതിരോധിക്കുന്ന തരത്തിലുള്ള തക്ക മറുപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്.